ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നലത്തെ ക്ലാസിന്റെ തുടർച്ച. എന്നാൽ അല്ലാഹു തആല ഇവയെ സത്യം ചെയ്തിട്ട് എന്താണ് പറയാൻ പോകുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഉയർത്തെഴുന്നേൽപ്പാണ് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം. അന്ത്യനാൾ സംഭവിക്കും എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് അന്ത്യനാളിനെ തന്നെ സത്യം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ സത്യം ചെയ്യാൻ പറ്റുമോ? ഒരു കാര്യം ഉറപ്പിച്ചു പറയാനായിട്ട് അതിനെ തന്നെ സത്യം ചെയ്യാം. അങ്ങനെയാണല്ലോ നമ്മൾ സ്വർണത്തെ കുറിച്ചൊക്കെ ചെയ്യുന്ന. അതാണ് സ്വർണം സ്വർണമാണ് എന്ന് ആരാ പറയേണ്ടത്? സ്വർണ്ണ പണിക്കാരനാണോ, അല്ലെങ്കിൽ സെയിൽസ്മാൻ ആണോ, ജ്വല്ലറി ഉടമയാണോ? ഇത് തനി സ്വർണമാണ് എന്ന് ആരാ പറയാം? സ്വർണം തന്നെയാണ് പറയാം, അല്ലെ? സ്വർണം എടുത്തിട്ട് ഉരകല്ലിൽ ഉരതി നോക്കുമ്പോൾ ഇത് ഒറിജിനലാണ്. അതല്ലെങ്കിൽ ആ സ്വർണത്തെ തന്നെ പരിശോധിച്ചാലാണ് അത് ഒറിജിനൽ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറയും പോലെ ഖിയാമത്തിനെ മനസ്സിലാവണമെങ്കിൽ ആ ഖിയാമത്തിനെ കുറിച്ച് തന്നെ പഠിക്കണം. വേറെ എന്തൊക്കെയോ യുക്തിവാദങ്ങൾ നടത്തിയത് കൊണ്ട് ഖിയാമത്ത് യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടില്ല. മറിച്ച് അതിനെ അതായിട്ട് തന്നെ പഠിച്ച് അതിൻ്റെ ബുദ്ധിപരമായ സമർത്ഥനങ്ങളെ കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. ഇതുപോലെ തികച്ചും സംഭവ്യമായ കാര്യമായ ഖിയാമത്തിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് അല്ലാഹു തആല ഇവിടെ ചെയ്യുന്നത്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സംശയിക്കുന്ന ആൾ എന്താ ചെയ്യേണ്ടത്? സ്വന്തത്തെ ഒന്ന് പിച്ചു നോക്കണം. അപ്പൊ മനസ്സിലാവും. എനിക്ക് ജീവനുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊരാൾ പറഞ്ഞാൽ നിന്റെ ജീവനാണ്, നീ ഉണ്ട്, ഉറപ്പാണ് എന്ന് പറയും പോലെയാണ്. അയാളുടെ ജീവനെ സത്യപ്പെടുത്തിക്കൊണ്ട് തന്നെ അയാൾക്ക് ജീവൻ ഉണ്ട് എന്ന് പറയും പോലെ എന്ന് വ്യാഖ്യാനിക്കാം. മറ്റൊരു ചോദ്യമുണ്ട് ഇവിടെ. എന്താണ്? അന്ത്യനാളിനെ പിടിച്ച് ആണയിടുമ്പോൾ ഒരു നാൾ പ്രപഞ്ച വ്യവസ്ഥ തകർന്നു പോകും എന്ന് മാത്രമല്ലേ മനസ്സിലാകുന്നുള്ളൂ? ലോകം നിശ്ചലമാകും എന്നല്ലേ മനസ്സിലാകൂ? അതിനപ്പുറം മനുഷ്യൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, കർമ്മങ്ങൾ വിചാരണ ചെയ്യപ്പെടും, കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടും എന്നൊക്കെ പറയുന്നതിന് എന്താണ് ന്യായം? അവിടെയാണ് അള്ളാഹു മനസ്സാക്ഷിയെ പിടിച്ച് സത്യം ചെയ്തതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിയും. മനസ്സാക്ഷി ഇല്ലാത്ത ആരുമില്ല. മനുഷ്യനിലെ നൈസർഗികമായ നന്മ തിന്മ ബോധമാണ് മനസ്സാക്ഷി എന്ന് നമ്മൾ പറയുന്നത്. ഒരാൾ എത്ര തന്നെ ദുഷിച്ചാലും മനസ്സാക്ഷി തിന്മയിൽ നിന്ന് തടയും, അയാളെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യും. എന്നാൽ മനുഷ്യനിലെ പൈശാചികത ആ നന്മയെ നിരന്തരം അടിച്ചമർത്തിക്കൊണ്ടിരിക്കും. രണ്ടു വശവും നിരന്തരം പ്രവർത്തിക്കുകയാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ എന്ന സൂറത്ത് ശംസിൽ വരാൻ പോകുന്നുണ്ട്. ആ വിശുദ്ധിയെ സംസ്കരിച്ചെടുക്കുന്നവൻ വിജയിക്കും, എന്നാൽ അതിനെ തേച്ചുമായ്ച്ചു കളയാൻ ശ്രമിക്കുന്നവനോ അയാൾ പരാജയപ്പെട്ടു പോകും എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ കേവലനായ ഒരു ഭൗതിക ജീവിയല്ല, മറിച്ച് ധാർമ്മിക ജീവിയാണ് എന്നതിൻ്റെ ഉത്തമമായ തെളിവാണ് ഇത്. നമ്മുടെയൊക്കെ അകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുറ്റബോധവും തിരിച്ചറിവും സ്വയം തിരുത്താനുള്ള പ്രേരണയൊക്കെ അതാണ്. ഈ നന്മ തിന്മ വിവേചന ബോധം അത് നിരന്തരം ഇടപെട്ടുകൊണ്ടേയിരിക്കും. പരലോകത്ത് വെച്ച് മനുഷ്യന്റെ മനസ്സാക്ഷി ഉണരുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമയത്തല്ലേ ഇബ്ലീസ് പറയുന്നത് തൻ്റെ അനുയായികളോട്? എന്താ പറയാം? ലാ തലൂമൂനി വലൂമു അംഫുസക്കും എന്ന് പറയും. ഇതേ ലവ്വാമയാണ് അവിടെ വരുന്നത്. നിങ്ങൾ എന്നെ ആക്ഷേപിക്കാതിരിക്കൂ, വലൂമു അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ, സ്വന്തം മനസ്സാക്ഷിയെ തന്നെ ആക്ഷേപിക്കൂ എന്ന സൂറത്ത് ഇബ്രാഹിം 22 ഇബ്ലീസിന്റെ ഒരു നയപ്രഖ്യാപനത്തിൽ നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. അതിനാൽ അവിടെ വെച്ച് ബോധ്യം വന്നിട്ട് കാര്യമില്ല. ഇവിടെ വെച്ച് തന്നെയാണ് മനസ്സാക്ഷിയുടെ കാര്യം ഓർമ്മ വരേണ്ടത്. തൻ്റെ നന്മ തിന്മകൾക്ക് താൻ തന്നെയാണ് ഉത്തരവാദി എന്ന് മനസ്സാക്ഷി മനുഷ്യനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നന്മയെല്ലാം അകത്ത് ഇങ്ങനെ ഒരു വിമർശക മനസ്സ് ഉണ്ട്. നമ്മുടെയൊക്കെ അകത്ത് ഒരു വിമർശക മനസ്സ് നമ്മുടെയൊക്കെ അകത്ത് കുടികൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ മനസ്സാണ് മനുഷ്യനെ നീതിബോധത്തിലേക്ക് നയിക്കുന്നത്. ഒടുവിൽ മുഴു ജീവിതത്തിൻ്റെയും അഥവാ ഓരോ കർമ്മത്തിൻ്റെയും പൂർണ്ണ പ്രതിഫലം ലഭിക്കുന്ന രക്ഷാശിക്ഷകളെപ്പറ്റി ചിന്തിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നത്. ഇത് തന്നെയാണ്
നീതിബോധം എന്ന് പറയുന്നത്. എല്ലാ കർമ്മങ്ങളും എല്ലാ ഇടപാടുകളും നീതിപൂർവം അവസാനിപ്പിക്കുന്ന ഒരു ലോകം വരാനിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ ഉണർത്തുന്നത് മനസ്സിലാക്കാം. അതേസമയത്ത് അങ്ങനെ അല്ലാത്ത ചില സങ്കല്പങ്ങളുണ്ട്. അതിനെന്തിനാണ് പരലോകം? ഇവിടെ തന്നെ പുനർജന്മങ്ങൾ ഉണ്ടായാൽ പോരെ? മതിയാകുമോ? അത് മതിയാവില്ല. കാരണം എന്താണ്? ഈ ലോകത്ത് തന്നെ തിരിച്ചു വന്ന് തെറ്റ് ചെയ്തവൻ കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, നന്മ ചെയ്തവൻ കൂടുതൽ നന്മകൾ അനുഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കോ? ഒരിക്കലും തീരാത്ത ജന്മാന്തരങ്ങളിലേക്ക് നീണ്ടുപോകുന്ന ഒരു ബാധ്യതയായിട്ട് ഒരു മോക്ഷം ലഭിക്കാത്ത ആത്മാവിനെ പോലുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ ഉണ്ടാകുക. അതിനാൽ എല്ലാം തീരുമാനിക്കപ്പെടുന്ന ഒരു അന്തിമ ദിനം അനിവാര്യമാണ് എന്നാണ് ഇവിടെ ബോധ്യപ്പെടുന്നത്. മരണാനന്തര ജീവിതത്തിന്റെ 2 തെളിവുകൾ ആണ് ഇതുവരെ ഈ സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നത്. ഒന്ന്, ഖിയാമത്ത് സംഭവിക്കും, ലോകം അവസാനിക്കും. രണ്ടാമത്തേത്, മനുഷ്യനിലെ ധാർമ്മിക ബോധം, നീതി പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.